നമസ്കാരം, ഞാൻ മൃണാൾ. കലുഷിതമായ ഒരു ലോകമാണല്ലേ. ലോകം കലുഷിതമാണ്. നമ്മുടെ ഭൂഖണ്ഡം അതെ, നമ്മുടെ രാജ്യം അതെ, നമ്മുടെ സംസ്ഥാനം അതെ, നമ്മുടെ ജില്ല അതെ, നമ്മുടെ പഞ്ചായത്തും ആയിരിക്കും. പക്ഷെ എന്നാലും നല്ല റോബസ്റ്റ പഴവും. അല്ല, നമ്മളെ വെങ്കടേശനല്ലേ അത്, തിരുപ്പതി ഏഴുമല വെങ്കടേശൻ, അത് തന്നെ. അപ്പൊ കലുഷിതമായ ഒരു ലോകത്തിൽ നല്ല പുട്ടും കടലയും പപ്പടവും ഒക്കെ കിട്ടുന്നതല്ലടോ ഒരു സുഖം. അല്ലാണ്ട് ലോകത്തിനെ കംപ്ലീറ്റ് അങ്ങ് നന്നായി കളയാൻ നമ്മൾ കൊണ്ട് പറ്റുമോ? ഒന്നാമത് നമ്മൾ തന്നെ ശരിയല്ല. ബഹുവചനമില്ല, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാ. അമ്മ മാന്നർമത്തെ സ്പീക്കിങ്ങിൽ പറയുന്നില്ലേ, പോട്ടെ ഇന്റർനാഷണലിലോട്ട് പോട്ടെ എന്ന്. ആ ഇന്റർനാഷണലാണ് ആ കാണുന്നത്. ഈ കട നിങ്ങൾ ദയവ് ചെയ്ത് തപ്പി വരരുത്. ഇത് രാവിലെ കുറച്ച് നേരത്തേക്ക് മാത്രമേ തുറക്കുള്ളൂ. ഞാൻ തന്നെ എത്രയോ തവണ തപ്പി വന്നിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. അയ്യോ, ഈ കട തപ്പി വരാതിരിക്കാനല്ല അടുത്ത കാരണമാണ് ഈ പുട്ടും കടലയും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഇത് നമ്മളുണ്ടാക്കുന്ന പുട്ടും കടലയും പോലെയാണ്. അങ്ങനെ തോന്നണമെങ്കിൽ നിങ്ങൾ തരക്കേടില്ലാതെ വീട്ടിൽ പുട്ടും കടലയും ഉണ്ടാക്കുന്ന ആളായിരിക്കണം കേട്ടോ, അല്ലാണ്ട് തോന്നൂല. നേരത്തെ പറഞ്ഞതെന്ന് വിട്ടുപോയി, ലോകത്തിൻ്റെ കാലുഷ്യം. അതിനെപ്പറ്റി വേവലാതിപ്പെടുന്നതിന് പകരം നല്ല കടല പുട്ടുമായിട്ട് ഇങ്ങനെ ചേർന്ന് കുഴച്ച് ഇങ്ങനെ കഴിച്ച് അല്ലേ? എന്തെങ്ങളുടെ അഭിപ്രായം? എനിക്ക് ഒറ്റ അബദ്ധമേ ഈ കടയിൽ പറ്റുള്ളൂ. ആ റോസ്റ്റ് പഴവും ആ പുഴുങ്ങിയ പഴവും പുട്ടിൻ്റെ കൂടെ വാങ്ങിച്ചില്ല എന്ന്. നല്ല എക്കളുണ്ട്. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു രക്ഷയില്ല. വികാര തരളിതം എന്നൊക്കെയുള്ള വാക്ക് ഇന്നത്തെ ലോകത്തിൽ ലേശം കുറവും. പല വികാരങ്ങളും ആൾക്കാർക്ക് വരുന്നത് നമ്മൾ പുട്ടിനെ പിടിച്ച് ഞെരിക്കുന്നത് പോലെ മറ്റുള്ളവൻ്റെ കഴുത്തെങ്ങനെ ഞെരിക്കാം എന്ന കാര്യത്തിലാണോ എന്നൊരു സംശയമുണ്ട്. ഞാൻ ആലോചിക്കായിരുന്നു, കുറച്ച് നേരത്തെ ഒരു ബസ് ഒരു ബസ്സുകാരൻ പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ റോട്ടിൽ വെച്ച് എന്നോട് ചൂടായി. അതുപോലെ നല്ല എക്കളുണ്ട്. അതുപോലെ വണ്ടി എവിടെ പാർക്ക് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ബാങ്കിലെ സെക്യൂരിറ്റിയോട് ഞാനും ചൂടായി എന്ന് പറഞ്ഞാൽ ഞാൻ മോശം വാക്കുകൾ ഉപയോഗിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. സമയം രാവിലെ 8 മണി പോലും ആയിട്ടില്ല. ഞാൻ ഇന്നലെ മര്യാദക്ക് ഉറങ്ങാത്തതുകൊണ്ടായിരിക്കുമോ ഞാൻ ഈ ബാങ്കിന്റെ സെക്യൂരിറ്റിയോട് ചൂടായത്? അതോ നേരത്തെ ഒരാവശ്യമില്ലാതെ ആ ബസ്സുകാരൻ എന്നെ റോഡിൽ തെറിവിച്ചുകൊണ്ട് അതിന്റെ പ്രതികാരം തീർത്തായിരിക്കും ഈ സെക്യൂരിറ്റിയോട്? മര്യാദക്ക് പാട്ടൊക്കെ കേട്ടിട്ട് ഒരു സൈഡിൽ കൂടെ കാർ ഓടിച്ച് എന്നെ ഒരാവശ്യമില്ലാതെ അയാൾ തെറി വിളിച്ചത്. അയാളോട് തിരിച്ചു പറയാൻ പറ്റാത്ത ആ സാഹചര്യത്തിൽ പറ്റിയില്ല, അയാൾ പോയി. അപ്പം അത് മനസ്സിൽ വെച്ച് ഞാൻ ഇയാളോട് തീർത്തായിരിക്കും. അതോ ഈ സെക്യൂരിറ്റിമാര് പൊതുവെ കാറ് പാർക്ക് ചെയ്യുന്നവരോട് കാണിക്കുന്ന എന്തെങ്കിലും പഴയകാല പ്രവർത്തികൾ എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ഇയാളെന്തോ പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നതാണോ? ബേസിക്കലി അല്ല, ഇതൊന്നുമല്ലാതെ ഞാൻ അയാളോട് മോശമായിട്ട് പെരുമാറിയതിന് ഞാൻ ഒരു ന്യായീകരണം കണ്ടുപിടിക്കുകയാണോ? അയ്യോ, ഞാനൊരു നല്ലവനാണ്, ഞാൻ അയാളോട് അങ്ങനെ പെരുമാറിയത് ഞാൻ ഇന്നലെ ഉറങ്ങാത്തതുകൊണ്ടാണേ, അല്ലെങ്കിൽ ആ ബസ്സുകാരൻ അങ്ങനെ പെരുമാറിയതിൻ്റെ ബാക്കിയാണേ, അല്ലെങ്കിൽ എന്നോട് ഇതിനു മുമ്പ് കുറേ സെക്യൂരിറ്റികൾ ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ടേ, അതിൻ്റെ ബാക്കിയാണേ.
എന്ത് ചെയ്താലും നമ്മളെ ന്യായീകരിക്കാൻ നമ്മൾ ഓരോ വഴികൾ കണ്ടുപിടിക്കും. ആഹാ, ഈ ഇന്റർനാഷണൽ ഹോട്ടൽ വളരെ പഴയ ഹോട്ടലാണ്. അന്നത്തെ സെൻസേഷനാണിത്. അന്നത്തെ ഭയങ്കര സംഭവമാണ്. ഒരു കഴിഞ്ഞ കൊല്ലം തുടങ്ങിയതാണ് ഈ വാട്സൺസ് എന്ന് പറയുന്ന സംഭവം. അതിപ്പോൾ അത്യാവശ്യം കുറേ പേര് പറയുന്നുണ്ട്. നിങ്ങൾ ഗംഭീര പുട്ടും കടല അന്വേഷിച്ച് വരികയാണെങ്കിൽ ദയവ് ഇവിടെ വരരുത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റാത്താക്കാൻ നോക്കുകയാണെങ്കിൽ നിങ്ങളിവിടെ വരരുത്. പക്ഷേ ആരും ഒരു തരത്തിൽ ഉപദ്രവിക്കാത്ത നമ്മൾ ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവുമോ അങ്ങനെയുള്ള പരിപ്പട, അങ്ങനെയല്ല കേട്ടോ, പരിപ്പട സൂപ്പറാണ്. പഴംപൊരിയും സൂപ്പറാണ്. ഇല്ല, പുട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്ക്, നമ്മൾ ഉണ്ടാക്കിയ എങ്ങനെ ഇരിക്കുമോ അത്രേ ഉള്ളൂ. വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല. ആ കടലക്കറിയും ചിലപ്പോൾ ഇതിരുന്നാലും പുട്ടുണ്ടാക്കാൻ എനിക്ക് കഴിയുന്ന വരും. എനിക്ക് ഈ കട റെക്കമെൻഡ് ചെയ്ത് തന്നത് അത്രയും പ്രധാനപ്പെട്ട കുറേ ആൾക്കാരാണ്. കുറേ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരുമിച്ച് എല്ലാവരും കൂടെ കൂട്ടം കൂടിയെന്ന് ബാബുവ അങ്ങനെ പറഞ്ഞൊന്നല്ല, പല കാലങ്ങളായിട്ട് അവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലായി. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളിവിടെ വരണം. ഒരു വട വേണം, കുറച്ച് ഒഴിച്ചു ഒരു ചായ വേണേ. ഇത്രയും പാവപ്പെട്ടൊരു വട ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. എനിക്ക് ഇന്റർനാഷണൽ ഹോട്ടൽ എപ്പോൾ കണ്ടാലും ഇന്നസെന്റ് ഡയലോഗ് ഓർമ്മ വരിക. പൊറ്റി വേണ്ട ഇന്റർനാഷണൽ മതി. ചായക്ക് 14 രൂപയുണ്ട് കേട്ടോ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മൃണാൾ സ്റ്റീലിനേക്കാളും 40% വില കൂടുതലാണ് ഇവിടെ. കാപ്പിക്കും മൃണാൾ സ്റ്റീലിനേക്കാളും കൂടുതൽ വിലയുണ്ട്. ഇതൊരു മറ്റേ ഇൻസ്റ്റഗ്രാമിലെ പിള്ളേർ പറയുന്ന പോലെ മസ്റ്റ് ട്രൈ, യു ഷുഡ് ഗോ ദേർ, അങ്ങനത്തെ ഒരു ചായ ഒന്നുമല്ല. പക്ഷെ ഇത് കുടിക്കുമ്പോണ്ടല്ലോ, പണ്ട് ഒരു നീല മൈക്ക് ഒട്ടിച്ചൊരു ടേബിൾ ഉണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ വീട്ടിൽ. അമ്മയുടെ അച്ഛനും അമ്മയും താമസിച്ചിരുന്ന വീട്ടിൽ. അതാ എനിക്ക് ഓർമ്മ വരുന്നത്. ഇനി ബാക്ക് ടു ദ പോയിന്റ്. ഞാൻ എന്തിനാണ് സെക്യൂരിറ്റിയോട് ചൂടായത്? അത് പറഞ്ഞ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ബേസിക്കലി ഞാൻ ആ സ്വഭാവക്കാരനായതുകൊണ്ടാണ് ഞാൻ ചൂടായത്. ഓഫ് കോഴ്സാണ്. ഇന്നലത്തെ രാത്രി ഞാൻ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല എന്നുള്ളതോ, അല്ലെങ്കിൽ ആ ബസ്സുകാരൻ നേരത്തെ എന്നോട് അകാരണമായിട്ട് ചീത്ത വിളിച്ചാലോട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതോ, അതും അല്ലെങ്കിൽ പണ്ട് കാല സെക്യൂരിറ്റികൾ, അതൊക്കെ ന്യായീകരണം മാത്രമാണ്. ഒരിക്കലും ആണെന്നല്ല സത്യം, ഒരിക്കലും അല്ല. ബേസിക്കലി എൻ്റെ ഉള്ളിലെ വൃത്തികേട് പുറത്തു വന്നതാണ്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഞാൻ ഇപ്പോൾ ഉള്ളതിലും കൂടുതൽ വൃത്തികെട്ടവരായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും തെറിവാക്കുകളും കൂടെ ഉപയോഗിച്ചാണ്. അത് ഉപയോഗിച്ചിട്ടില്ല, കാരണം ഞാൻ അത്രയും വൃത്തികെട്ടവനല്ല എന്ന് തോന്നുന്നു അല്ലേ? ആ ലോജിക്ക് കറക്റ്റ് അല്ലേ? എനിക്ക് നല്ല ഭക്ഷണം ആക്രാന്തത്തോടെ കഴിക്കുമ്പോൾ എക്കൾ വരും. അതെ, എൻ്റെ ഉള്ള വൃത്തികേട് പുറത്തു വന്നതാണ്. അതിന് ന്യായീകരണമില്ല. ആ ന്യായീകരിക്കുന്നത് ആ കാണിച്ചതിലും വലിയ വൃത്തികേടാണ്. അഹം ബ്രഹ്മാസ്മി പറഞ്ഞതുപോലെ അവനവൻ്റെ സന്തോഷം അവനവൻ തന്നെ കണ്ടെത്തണം.